മറ്റൊരു ഉപ്പളയിൽ സ്വകാര്യ നിർമ്മാണ കമ്പനിയായ സി പാലസ് വിൽപ്പന നടത്തിയ ഫ്ളാറ്റുകൾക്ക് ജപ്തി നോട്ടീസ് നൽകി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഫ്ളാറ്റ് നിർമ്മാണത്തിന് സി പാലസ് എടുത്ത 17 കോടി രൂപയുടെ വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് KFC നടപടിയിലേക്ക് നീങ്ങുന്നത്. ഒരു മാസത്തിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് കാണിച്ച് KFC നോട്ടീസ് പതിച്ചതോടെ 90 കുടുംബങ്ങൾ ആശങ്കയിലാണ്. നൂറ്റിൽ 100 ആശങ്കയല്ല. എവിടെ പോവും? ഇവിടുത്തെ ആൾക്കാർ 1-2 ആണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇത് 104, ഇതിലുള്ളത് 90 ആൾക്കാർ ഇവിടെ ഉണ്ട്. 90 അപ്പാർട്ട്മെന്റ്സ് ഇതിനകത്ത് എവിടെ പോകും? അവരെല്ലാം എവിടെ പോകും? കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിലെ ഉപ്പളയിൽ ദേശീയപാതയോരത്താണ് 12 നിലകളുള്ള ഈ ഫ്ളാറ്റ് സമുച്ചയമുള്ളത്. മഹ്മൂദിനെ പോലെ നിരവധി പ്രവാസികളാണ് ജപ്തി നോട്ടീസ് പതിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ ആശങ്കയിലായത്. ഒരു മാസം ഇവിടെ ഉണ്ടാവും, 4-5 മാസം പുറത്തുണ്ടാവും. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങളെ കുട്ടികളെല്ലാം വിട്ട് ഞങ്ങൾ എവിടെ പോകേണ്ടി? ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പം നോട്ടീസ് വന്നതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു വിവരവും അറിയില്ല. ഇതിൻ്റെ ABCD അറിയില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളും വന്ന് മറ്റോരെല്ലാം വന്നിട്ട് നോട്ടീസും വന്ന് ഇത് എന്താണ് ഇവിടുത്തെ വിവരം ഒന്നും ഞങ്ങൾക്കറിയില്ല. ഇതിൻ്റെ മുതലാളികൾ ഉള്ള ആൾക്കാർ അവർ തമ്മിൽ പറയുന്നുണ്ട്. അവരും ഒരു വിവരവും ഞങ്ങൾക്ക് വിളമ്പുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് താമസക്കാരാണ്. ഇതിന് നല്ലതാണ് ഈ ഓണർമാർ മാത്രമേ പറയാൻ പറ്റും. ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. മാഞ്ചവർ പെട്ടതെന്നല്ല, ഞങ്ങളുടെ താമസക്കാർ ഞങ്ങൾ പെട്ടുപോയി എന്നാണ്. 102 മുറികളിലായി നിലവിൽ 90 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇടത്തരക്കാരായ പ്രവാസികളുടെ കുടുംബങ്ങളാണ് ഭൂരിപക്ഷവും. 2016 നിർമ്മാണ കമ്പനിക്ക് കുടിശ്ശികയായ തുകയാണ് ഇപ്പോൾ ജപ്തിയുടെ രൂപത്തിൽ എത്തി നിൽക്കുന്നത്. 40 ലക്ഷം രൂപ വരെ നൽകിയാണ് ഫ്ളാറ്റുകൾ കുടുംബങ്ങൾ വാങ്ങിയിട്ടുള്ളത്. 102 ഫ്ളാറ്റുകളിൽ 11 മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ NOC പോലുമുള്ളത്. ഈ 11 ഫ്ളാറ്റ് ഒഴികെ 104 ബാക്കി 93 ഫ്ളാറ്റും എല്ലാവരും ആശങ്കയിലാണ്. ഈ ആശങ്ക അകറ്റാൻ അവരിപ്പോൾ ആകെ പറഞ്ഞത് ഞായറാഴ്ച ക്ലിയർ ആക്കാം. ഞായറാഴ്ച അവരത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും. അത് നിയമപരമായിട്ടും പോവും, സമരപരിപാടികളുമായിട്ടും പോവും. 2020 ആയപ്പോഴാണ് ഈ ലോൺ എടുത്ത കാര്യം തന്നെ നമുക്കറിയുന്നത്. മാത്രമല്ല ഈ ലോണിൽ ഈ സിറ്റിഗേറ്റ് ബിൽഡേഴ്സിൻ്റെ 2 ആളല്ലാതെ 11 പേരും കൂടി അതിൽ ഇൻവോൾവ് ആണ്. ഈ 11 പേരിൽ നാട്ടിലെ പൗരപ്രമാണികളും ജനപ്രതിനിധികളും നാട്ടിൽ അറിയപ്പെടുന്നവരൊക്കെ ഉണ്ട്. 2016 കുടിശ്ശികയായ തുക ഇതുവരെ അടയ്ക്കാത്ത നിർമ്മാണ കമ്പനി പ്രശ്നപരിഹാരം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഫ്ളാറ്റ് ഉടമകൾക്ക് അതിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച നടക്കുന്ന ഉടമകളുമായുള്ള ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങാനാണ് ഫ്ളാറ്റ് ഉടമ കൂട്ടായ്മയുടെ തീരുമാനം. രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.